ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഒന്നും പറയണ്ട, പെട്ടെന്നുള്ള തീരുമാനത്തിന്റെ പുറത്തിറങ്ങിയതാണ് നമ്മൾ. എങ്ങോട്ടെന്നാണെന്നല്ലേ? യെസ്, കോയമ്പത്തൂരുള്ള ആദ്യോഗി കാണാൻ. തലേന്ന് നൈറ്റ് തീരുമാനിച്ചതാണ് നാളെ രാവിലെ പോകാമെന്ന്. അങ്ങനെ വെളുപ്പിന് എഴുന്നേറ്റ് റെഡിയായി നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി. പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇല്ലാത്ത ഒരു ചെറിയ ചുരുങ്ങിയ ചെലവിലുള്ള ഒരു വൺ ഡേ ട്രിപ്പായിരുന്നേ. കോയമ്പത്തൂരിലേക്ക് നമ്മൾ കോഴിക്കോട് നിന്ന് ഒരു ലോക്കൽ ട്രെയിനാണ് എടുത്തത്. ഒരാൾക്ക് വെറും 40 രൂപയായിട്ടുള്ളൂ. കോഴിക്കോട് നിന്ന് തന്നെ ആയതുകൊണ്ട് നമുക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ നല്ല സുഖമുള്ള യാത്രയായിരുന്നേ. ട്രെയിൻ ഷൊർണൂരിലെത്തിയപ്പം ഒരു അരമണിക്കൂർ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പിൽ നമ്മൾ കാലൊക്കെ നിവർത്തി ഒരു ചായയും സമൂസയൊക്കെ കഴിച്ചു. ഹോളിഡേ ആണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എന്റെ കെട്ടിയവന് ഫുള്ള് കോൾസ് ആണേ. എന്ത് ചെയ്യാനാ? അങ്ങനെ ഷൊർണൂരിൽ നിന്ന് ട്രെയിൻ എടുത്തു. ഇൻ ബിറ്റ്വീൻ പോകുന്ന വഴിയൊക്കെ നല്ല അടിപൊളിയായിരുന്നേ. നല്ല ഗ്രീനറി, പിന്നെ കുന്നും മലയൊക്കെ കാണാം. ഒപ്പം നല്ല വയലുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ സമയം പോയതറിഞ്ഞില്ല. നമ്മൾ അങ്ങനെ നേരെ കോയമ്പത്തൂരിലെത്തി. അങ്ങനെ ട്രെയിനിനിറങ്ങി ഒന്ന് സെറ്റായി. ആദ്യമേ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് നമുക്കറിയില്ലായിരുന്നു. പുറത്തിറങ്ങി അവിടെയുള്ള ഒരു ചേട്ടനോട് നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി വെച്ചു. ഫസ്റ്റ് എങ്ങോട്ട് പോകണം, അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ. എന്നാലല്ലേ സെറ്റ് ആവുള്ളൂ. നമ്മൾ കോയമ്പത്തൂരെത്തി. ഇതാണ് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ. എടോ, എങ്ങോട്ടാ പോകുന്നേ? നമ്മളിപ്പം ഗാന്ധിപുരം പോയി. ഓക്കെ, ഗാന്ധിപുരം പോയിട്ട് നമ്മൾ ബിരിയാണി കഴിക്കും. ബിരിയാണി. എന്ത് ബിരിയാണി? അത് കഴിഞ്ഞിട്ട് നമ്മൾ ശിവനെ കാണാൻ പോകും. ആദിയോഗി. ഓക്കെ ഓക്കെ. അങ്ങനെ പ്ലാനൊക്കെ സെറ്റാക്കി നമ്മൾ ഗാന്ധിപുരം എത്തി. ബിക്കോസ് അവിടെ നിന്നാണ് ബസ്. ഞാൻ പറയുന്നത് നല്ലൊരു ഓപ്ഷൻ പറഞ്ഞേ. പറ. നമ്മളിവിടെ നിൽക്കുക, ഇവിടെ ഗാന്ധിപുരത്ത്. ഗൈസ്, ഗാന്ധിപുരം ഒരു മെയിൻ ടൗൺ തന്നെയാണ്. അവിടെ ഓൾമോസ്റ്റ് എല്ലാ വലിയ വലിയ ഷോപ്സുകളും ഉണ്ട്. പിന്നെ നമ്മൾ ഈ പോകുന്നത് എങ്ങോട്ടാണെന്ന് കാണാം. ഗൈസ്, നമ്മളിപ്പം നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ തൽപ്പാക്കെട്ടി ബിരിയാണി തപ്പിട്ടാണ്. പുള്ളി ഏതോ ബിരിയാണി കണ്ടുപിടിച്ചു എന്നാണ് പറയുന്നത്. നോക്കാം അവിടെ തന്നെ എത്തുമോ ഇല്ലയോ എന്ന്. നമ്മളെത്തി. നമ്മൾ സൺസ്ക്രീൻ ഒക്കെ തേച്ചിട്ട് കൈ കഴുകാം കേട്ടോ, ബിരിയാണി കഴിക്കാൻ വേണ്ടിട്ട്. അതെ, അപ്പൊ സൺസ്ക്രീൻ ഇല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ നമ്മൾ 2 തൽപ്പാക്കെട്ടി ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. പുള്ളി ചിക്കൻ 65-ൻ്റെതും ഞാൻ നോർമലും. അവിടുന്ന് അതെല്ലാം കഴിച്ച് നമ്മൾ ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഗാന്ധിപുരത്ത് നിന്ന് ആദിയോഗിയിലോട്ടുള്ള ബസ് കയറി. ബസ് നല്ല തിരക്കായിരുന്നു. ഏറ്റവും പുറകിലത്തെ സീറ്റാണ് നമുക്ക് കിട്ടിയത്. കണ്ടോ, പോകുന്ന വഴി നല്ല ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ ഉണ്ട്. ഇതാണ് കോവൈ ബീച്ച്. അവിടെ ഐ ലവ് കോവൈ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഊഹിക്കാലോ അതായിരിക്കും കോവൈ ബീച്ച് എന്ന്. പിന്നെ പോയി നമ്മളിതേ ആദിയോഗീന്റെ അവിടെ എത്താറായിട്ടുണ്ട്. അവിടെ നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. കണ്ടോ, നല്ല അടിപൊളി ഗ്രീനറി അല്ലേ? അവിടുന്ന് അങ്ങോട്ടുള്ള ഏരിയ മുഴുവൻ ഇങ്ങനെ പച്ചപ്പാണ്. നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടും. നല്ല കുന്നും മലയൊക്കെ ആയിട്ട്. ആ മലയിനോട് തൊട്ടിട്ടാണ് മേഘം നിൽക്കുന്നത് പോലും നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മളതാ അവിടെ ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. ആ ശിവന്റെ അവിടുന്ന് കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് ഒത്തിരി കാണാനുണ്ട് കേട്ടോ. നമുക്കതൊന്നും കാണാൻ പറ്റില്ല, കാരണം നമുക്ക് ഫോണും നമ്മുടെ കയ്യിലുള്ള ലഗേജ് കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ അവിടെ ഉള്ളിലുള്ള കുറേ കാഴ്ചകളും ധ്യാനലിംഗ, ഭൈരവി ടെമ്പിൾ, അങ്ങനെ കുറെ അവിടെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ ആദിയോഗി കാണാൻ ഓർത്തു. എല്ലാം ഒരു കോമ്പൗണ്ടിന്റെ ഉള്ളിൽ തന്നെയാണ്. കണ്ടോ, അവിടെ കാളവണ്ടിയൊക്കെ ആയിട്ടാണ് ആൾക്കാർ ട്രിപ്പ് അടിക്കുന്നത്. പിന്നെ അങ്ങനെ നമ്മൾ ആദിയോഗിന്റെ അടുത്തെത്തി. ശരിക്കും കാണേണ്ട കാഴ്ച തന്നെ. എത്രയോ വലിയൊരു സ്റ്റാച്യു. ഗൈസ്, ഇവിടെ അടിപൊളി കാറ്റാ, ഒന്നും പറയാനില്ല. ഇത് കണ്ടോ, ശിവന്റെ മാല. ഞാൻ വിചാരിച്ച എന്തെങ്കിലും കയറായിരിക്കുന്നു, പക്ഷെ അല്ല,
ഇത് രുദ്രാക്ഷമാണ്. ഓരോ രുദ്രാക്ഷത്തിന്റെ മാല കോർത്ത് ചേർത്തിട്ടുണ്ടാക്കിയതാണ്. സോ അമേസിങ്. നമ്മളിതാ ഇവിടെ ആദ്യോഗിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ പുറകിൽ തന്നെയുണ്ട്. നമ്മൾ കുറെ ഫോട്ടോസൊക്കെ എടുത്തു, ഇതിന്റെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ കണ്ടു. അങ്ങോട്ടേക്കൊന്നും നമുക്ക് ഫോണൊന്നും അലോഡല്ല. സോ അതുകൊണ്ട് അതിന്റെ ഫോട്ടോസോ കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ ഇവിടെ 7 മണിക്ക് ഇവിടെ ഒരു ഷോ ഉണ്ട്. എന്താ ഷോ? ലൈറ്റ് ഷോ. അതായത് ഇതിലുള്ള നമ്മൾ ഓരോ പല പല വീഡിയോയിൽ കണ്ടിട്ടുണ്ടല്ലോ, അതുപോലത്തെ ലൈറ്റ് ഷോ ഉണ്ട്. അപ്പം നമ്മൾ അത് കാണാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗിലാണ് കേട്ടോ. അപ്പം നമുക്ക് അടുത്തത് ആ ലൈറ്റ് ഷോ കാണാം. ഓക്കെ, ബൈ പറ. നമ്മൾ രണ്ടുപേരും നല്ല ടയേർഡാണ്. കാരണം അവിടെ നല്ല വെയിലുമാണ്, നല്ല ടെമ്പറേച്ചറുമാണ്. പക്ഷെ നല്ല അടിപൊളിയും കൂടെയാണ്. നമ്മളിതേ നല്ല വ്യൂ കിട്ടുന്ന സ്ഥലം നോക്കി ഇരുന്നിട്ടുണ്ട് കേട്ടോ. പുറകില് ഇനി തുടങ്ങണം. അപ്പൊ കാണാം. Yogi Divya Darshanam is a profound depiction of Adi Yogi's unparalleled contribution to humanity, the science of yoga. You can witness this wondrous and powerful video imaging show every day at 7 p.m. ലൈറ്റ് ഷോ കാണാൻ നമ്മൾ കട്ട വെയിറ്റിംഗ് ആയിരുന്നേ. ഒരു 7 എന്ന് പറഞ്ഞിട്ട് ഒരു 7:15 ആയി ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യാന്. എന്നാലും അടിപൊളിയായിരുന്നു, കാണേണ്ട വ്യൂ തന്നെ. Over 15,000 years ago, a being appeared in the upper regions of Himalayas. ലൈറ്റ് ഷോ കണ്ടു കഴിഞ്ഞ് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഫുൾ ഓട്ടോ ആയിരുന്നു. നമ്മൾ അവിടുന്ന് ബസ് കയറി, റെയിൽവേ സ്റ്റേഷനിലെത്തി, ട്രെയിൻ കിട്ടി, പിന്നെ നമ്മൾ ഇതേ കോഴിക്കോട് സ്റ്റേഷനിലും എത്തി. നമ്മൾ മൊത്തത്തിൽ ടയേർഡായി, കാരണം നൈറ്റ് ആണേ നമ്മൾ എത്തിയത്. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോന്നു. അപ്പൊ ശരി, ബൈ.